ജാനകിയുടെയും അബിയുടെയും വീട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണുന്നത് പൊന്നു പറയുന്നത് കേട്ടുകൊണ്ട് പ്രഭാവതിയെ രാധാമണി വാരസ്യരുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ് ജാനകി. ഈ ഫോട്ടോ കണ്ടിട്ട് ഒരമ്പരപ്പോടുകൂടി പ്രഭാവതി പറയുകയാണ്, ഇവരെ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് കണ്ടിരുന്നു, എൻ്റെ കൂടെ ഈ ഗേറ്റ് വരെ വന്നിരുന്നു. അപ്പോൾ അബി, അന്നാണ് ജാനകിയെ കാണാഞ്ഞിട്ട് അമ്മ വീട് വിട്ടിറങ്ങിപ്പോയത്. കാരുണ്യദീപത്തിനടുത്ത് വെച്ചല്ലേ നമ്മൾ അമ്മയെ കണ്ടത്. അത് കേട്ടിട്ട് പ്രഭാവതി പറയുകയാണ്, എനിക്ക് അവരെ കണ്ടപ്പോൾ അപ്പോൾ തന്നെ തോന്നിയതാണ് എന്തോ പ്രശ്നമുണ്ടായിരുന്നു എന്ന്. ചോദിച്ചിട്ടൊന്നും മറുപടിയും പറഞ്ഞില്ല. അവരെ കാണാൻ അങ്ങനെ ഒരു അവസരമുണ്ടായി. ഞാനിത് വല്ലതും അറിഞ്ഞോ? അപ്പോൾ ജാനകി, അമ്മ ഒരു ദിവസം വന്നാൽ മതി, എൻ്റെ അമ്മയെ കാണാം. ജാനകി, ഇനി ഇവിടം വിട്ട് ഗൃഹസന്ദർശനങ്ങളൊന്നും ഉണ്ടാവില്ല. ഇവിടം തന്നെയാണ് എൻ്റെ ലോകം. അപ്പോൾ പൊന്നു ചോദിക്കുന്നുണ്ട്, അച്ചമ്മ ഇനി അളകാപുരിയിലേക്ക് വരില്ലേ? ഇല്ല മോളെ. അത് കേട്ടുകൊണ്ട് അബി പറയുകയാണ്, പൊന്നു സങ്കടപ്പെടണ്ട. അച്ചമ്മയുടെ മക്കളെല്ലാവരും കൂടി ഒരു ദിവസം അച്ചമ്മയെ കൊണ്ടുപോകുവാൻ ഇവിടെ വരും. അന്ന് അച്ചമ്മയ്ക്ക് ഒഴിഞ്ഞു മാറാനൊന്നും കഴിയില്ല. ഉടനെ വീണ്ടും പൊന്നു പറയുകയാണ്, എനിക്ക് മുത്തശ്ശിയെ കാണണോ അച്ഛാ? അച്ചമ്മേ, പൊന്നുവിൻ്റെ മുത്തശ്ശി എവിടെയാവുള്ളേ? അപ്പോൾ അബി, നീ മോളെയും കൂട്ടി ചെല്ല്. എന്നെ കണ്ടാൽ മുത്തശ്ശിക്ക് ഇഷ്ടപ്പെടില്ല. നളിനി ചേച്ചി മുത്തശ്ശിയെ കാണിച്ചു തരും. ഉടനെ ജാനകി അബിയോട് പറയുകയാണ്, അബിയേട്ടാ, തമ്പിക്കെതിരെയുള്ള കേസിനെ പറ്റി അമ്മയോട് അബിയേട്ടനൊന്ന് പറ, അമ്മ എല്ലാം അറിയട്ടെ. ഇത്രയും പറഞ്ഞിട്ട് മുത്തശ്ശിയുടെ അരികിലേക്ക് പൊന്നൂനെയും കൊണ്ട് ജാനകി പോവുകയാണ്. ഈ സമയത്ത് ജാനകി പറഞ്ഞതുപോലെ അബി പ്രഭാവതിയോട് കാര്യങ്ങളെല്ലാം വിശദീകരിക്കുന്നു. എല്ലാം കേട്ട് പ്രഭാവതി അങ്ങനെ അമ്പരന്ന് നിൽക്കുകയാണ്. തുടർന്ന് കാണിക്കുന്നത് സുമംഗലാമ്മയാണ്. വലിയ വിദ്വേഷത്തോടെ ഒരു മൂലയ്ക്ക് മാറി ഇരുന്നു കൊണ്ട് അവർ പറയുന്നുണ്ട് മനസ്സിൽ, കണ്ട് രസിക്കാൻ മോനും മരുമോളും കൂടി വന്നപ്പോൾ അവരുടെ മുൻപിൽ പോയി നിന്നുകൊടുക്കുവാൻ പ്രഭാവതിക്ക് എങ്ങനെ തോന്നി? ഈ സമയത്ത് മുത്തശ്ശിയെന്ന് വിളിച്ചുകൊണ്ട് പൊന്നു ജാനകിക്കൊപ്പം ഓടി അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. അത് കണ്ടുകൊണ്ട് സുമംഗലാമ്മ പറയുക, ഛേ, മാറി നിൽക്കങ്ങോട്ട്, നീയൊക്കെ ആരാ? അയ്യോ മുത്തശ്ശി, പൊന്നും അമ്മയുമാണ്. അയ്യോ മുത്തശ്ശി എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? പിന്നെ ഞാൻ എങ്ങനെ ഇരിക്കണോടി? തലയും കുത്തിയിരിക്കണോ? മുത്തശ്ശി ആകെ അങ്ങ് വല്ലാണ്ടായല്ലോ. അപ്പോൾ ജാനകിയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് സുമംഗല പൊട്ടിത്തെറിക്കുകയാണ്, ദേ ജാനകി, നിന്റെ മോളെയും വിളിച്ചോണ്ട് പോകുന്നുണ്ടോ ഇവിടുന്ന്? അപ്പോൾ ജാനകി, പൊന്നു മിണ്ടാതിരിക്കെ. ഉടനെ സുമംഗല വീണ്ടും ചോദിക്കുകയാണ്, ഞാൻ അങ്ങോട്ട് വരാത്തത് കൊണ്ടാണോടി എൻ്റെ ഈ അവസ്ഥ കാണാൻ നിന്റെ മോളെയും കൂട്ടിക്കൊണ്ട് നീ ഇങ്ങോട്ട് വന്നത്? ഇവിടെ ചോദിക്കാനും പറയാനും ഒന്നും ആരുമില്ലല്ലോ. ആരാടി എൻ്റെ മുൻപിലോട്ട് നിന്നെ ഇങ്ങനെ കടത്തിവിട്ടത്? അതെനിക്കൊന്ന് അറിയണമല്ലോ. ഇതെന്താ മൃഗശാലയാണെന്ന് കരുതിയോ? ടിക്കറ്റ് എടുത്തുകൊണ്ട് വന്ന് കൂട്ടിലിട്ടിരിക്കുന്നവരെ കാണാൻ? മുത്തശ്ശി ഒന്ന് ക്ഷമിക്ക്. അമ്മയും മുത്തശ്ശിയും കാണാനുള്ള ഒരാഗ്രഹം കൊണ്ട് വന്നതാണ്. ഞങ്ങൾ എന്ത് തെറ്റാണ് മുത്തശ്ശിയോട് ചെയ്തത്? ഞങ്ങളാരും അല്ലല്ലോ മുത്തശ്ശി ഇവിടെ കൊണ്ടുവന്ന് വിട്ടത്. മുത്തശ്ശിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മുത്തശ്ശിയുടെ കൊച്ചുമരുമകളല്ലേ? അതിന് എന്നോടും കുഞ്ഞിനോടും എന്തിനാണ് ദേഷ്യപ്പെടുന്നത്? എടി, എൻ്റെ കുടുംബത്തിലുണ്ടായ സകല ദുരന്തങ്ങൾക്കും കാരണം നീ ഒറ്റ ഒരുത്തിയാണ്. അപർണയെ കെട്ടിയെടുത്തുകൊണ്ട് വന്നത് നീയല്ലേ? ഞാൻ എങ്ങനെ കൊണ്ടുവന്നു? അജയ്ക്ക് ഒരാലോചനയായിട്ട് മാത്രമല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. അത് മതിയല്ലോ. നീ പറയുന്നത് അന്നൊക്കെ എൻ്റെ മകന് വേദവാക്യമായിരുന്നു. അല്ലെങ്കിൽ ശത്രുവിൻ്റെ മകളെ വീട്ടിൽ കയറ്റുവോ? മുത്തശ്ശി, ആ ശത്രുവിൻ്റെ മകൾക്ക് വളം വെച്ചു കൊടുത്തത് മുത്തശ്ശി തന്നെയല്ലേ? അളകാപുരിയിലെ ആദ്യത്തെ മരുമകൾ അപർണയാണെന്ന് പറഞ്ഞത് ആരാണ്? എന്നെ അളകാപുരിയിൽ നിന്നും ഇറക്കി വിടുവാൻ മുത്തശ്ശി കൂട്ടുപിടിച്ചത് ആരെയാണോ, ഒടുവിൽ അവൾ തന്നെ മുത്തശ്ശിയെ ഇവിടെ കൊണ്ടാക്കി. എന്നിട്ട് അവൾ ഇവിടെ മുത്തശ്ശിക്ക് എന്തെങ്കിലും സൗകര്യങ്ങൾ ചെയ്തു തന്നോ? അതിനും എൻ്റെ ഭർത്താവ് വേണ്ടി വന്നു. ഈ വാശിയും പകയും ഒക്കെ മാറ്റിവെച്ചിട്ട് മുത്തശ്ശി സ്വന്തം പ്രവർത്തികളെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്ക്. മറ്റൊന്നിനും വേണ്ടിയല്ല, സ്വന്തം സമാധാനത്തിന് വേണ്ടി തന്നെ. ഇതൊക്കെ പറയാൻ വേണ്ടി തന്നെയല്ലേ നീ ഇങ്ങോട്ട് വന്നത്? എന്നാ പൊയ്ക്കോ. നീയൊന്നും മറക്കണ്ടടി, പണ്ട് നീ എൻ്റെ വേലക്കാരിയായിട്ട് ആ വീട്ടിൽ കഴിഞ്ഞവളാണ്. സൂര്യയുടെയും അബിയുടെയും പിന്തുണയുണ്ടായിരുന്നിട്ടും നിനക്കവിടെ ദാസിയായിട്ട് കഴിയേണ്ടി വന്നത് എന്തുകൊണ്ടാ? ഇപ്പോൾ എൻ്റെ മനസ്സ് ചീഞ്ഞതായി. എടി, ഞാൻ മനസ്സ് വെച്ചതുകൊണ്ടാ ഇപ്പോൾ അളകാപുരി നിന്റെ കയ്യിലിരിക്കുന്നത്. സ്വന്തം പ്രവർത്തികളെപ്പറ്റി തിരിഞ്ഞു നോക്കാൻ നീ എന്നോട് പറയുമ്പോൾ ചിലതൊക്കെ ആ കൂട്ടത്തിൽ വെളിപ്പെടുത്താനുണ്ടാവും. നിനക്ക് അതൊന്നും ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. ഒന്നും മുത്തശ്ശി പറഞ്ഞു തരണ്ട. അനാഥനായ അബിക്ക് അനാഥ പെണ്ണ് തന്നെ കൂട്ടായി മതി എന്നുള്ള മുത്തശ്ശിയുടെ ആ ചിന്ത പിന്നീട് എനിക്ക് മനസ്സിലായി. എനിക്ക് ആരോടും പകയും ശത്രുതയും ഉള്ളിൽ വെച്ചുകൊണ്ട് നടക്കാൻ അറിയില്ല. ഈ നിമിഷം വരെ ഞാൻ ആരെയും ദ്രോഹിച്ചിട്ടും വഞ്ചിച്ചിട്ടുമില്ല. നാളെ എനിക്ക് മുത്തശ്ശിക്ക് വന്ന ഈ വിധിയാണ് ഉണ്ടാകുന്നതെങ്കിൽ എനിക്കതിൽ ഒരു വിഷമവും ഉണ്ടാവില്ല. അനാഥാലയത്തിൽ നിന്ന് വന്ന ഞാൻ അനാഥാലയത്തിലേക്കല്ലാതെ വേറെ എവിടെ പോകാനാണ് എന്ന് കരുതി ആശ്വസിക്കും. വരുവടി, നിനക്ക് അത് തന്നെ വരും. നിന്റെ ഭർത്താവേ, ആ സർവോത്തമൻ ശ്രീരാമനുണ്ടല്ലോ, അവൻ അവൻ്റെ ജീവിതത്തിൽ നിന്ന് നിന്നെ തള്ളിക്കളയും. ഇത് കേട്ടുകൊണ്ട് പൊന്നു ജാനകിയുടെ മുഖത്തേക്ക് നോക്കി ചോദിക്കുകയാണ്, ഈ മുത്തശ്ശി എന്തിനമ്മേ ഇങ്ങനെയൊക്കെ പറയുന്നത്? അപ്പോൾ സുമംഗല, എനിക്ക് ഭ്രാന്തായിട്ട്
പൊക്കോണം രണ്ടുപേരും എൻ്റെ മുൻപിൽ നിന്ന്. അപ്പോൾ പൊന്നു, നമുക്ക് പോവാമ്മേ, പൊന്നു ഇനി ഒരിക്കലും മുത്തശ്ശിയെ കാണണമെന്ന് പറയില്ല, അമ്മ വാ. ഇത് പറഞ്ഞുകൊണ്ട് ജാനകിയുടെ കൈ പിടിച്ച് പൊന്നു തിരികെ നടക്കുകയാണ്. അത് കണ്ടുകൊണ്ട് സുമംഗല പറയുകയാണ്, എന്നെ കാണാനായിട്ട് വന്നിരിക്കുന്നു ശവങ്ങള്. സുമംഗലയുടെ ദുരിത ജീവിതം കാണാൻ വേണ്ടി. എൻ്റെ കഥ കഴിഞ്ഞെന്നാണ് ഇവരുടെയൊക്കെ ചിന്ത. ഹോ, എങ്ങനെ ഇവിടെ നിന്ന് പുറത്തു കിടക്കാൻ കഴിയും? തുടർന്ന് കാണുന്നത് ജാനകിയുടെ അമ്മ ജാനകിയും പൊന്നൂനെയും കാണാഞ്ഞിട്ട് മുറിയുടെ കതക് മെല്ലെ തുറന്ന് പുറത്തേക്ക് ചാടുന്ന കാഴ്ചയാണ്. ഇത് കണ്ടുകൊണ്ട് പെട്ടെന്ന് മേരിയമ്മ പിന്നിൽ വന്ന് പിടിക്കുന്നുണ്ട്. രാധാമണി, രാധാമണി എങ്ങോട്ടാണ് ഈ പോകുന്നത്? അവരിപ്പോൾ വരും രാധാമണി, മുറിയിലേക്ക് കയറ് രാധാമണി. രാധാമണി എന്ത് പണിയാണ് ഈ കാണിച്ചത്? എൻ്റെ കർത്താവെ, വാതിലിൻ്റെ കുറ്റി മാറ്റിയിട്ട് പെയ്യെ ഇറങ്ങി പോവുകയാണ്. വാ രാധാമണി, അകത്തേക്ക് പോകാം. പക്ഷേ മേരിയമ്മയുടെ വാക്ക് കേൾക്കാതെ രാധാമണി പിന്നെയും അവിടെ തന്നെ നിന്നുകൊണ്ട് ചുറ്റുപാടുകളിലൊക്കെ പരതി നോക്കുകയാണ്. അപ്പോൾ മേരിയമ്മ ചോദിക്കുന്നുണ്ട്, രാധാമണി ആരെയാ നോക്കുന്നത്? ജാനകിയും മോളയുമാണോ? അങ്ങനെയാണെങ്കിൽ അവരിപ്പോൾ ഇങ്ങെത്തും. രാധാമണി വാ, വാ രാധാമണി എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും പിടിക്കുകയാണ് പുറകിലേക്ക്. പക്ഷേ രാധാമണി അവിടെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ മേരിയമ്മ വീണ്ടും പറയുകയാണ്, ഷോ, അകത്ത് പോയി ഫോൺ എടുക്കാനുള്ള നേരമേ ആയുള്ളൂ, അപ്പോഴേക്കും കതക് തുറന്ന് ഇറങ്ങി പുറത്തേക്ക് പോയി. രാധാമണി, ജാനകി വേണ്ടപ്പെട്ട ആരെയോ കാണാനല്ലേ പോയിരിക്കുന്നത്? ഇതൊക്കെ പറയുന്നത് കേട്ടിട്ടും രാധാമണി യാതൊരു ഭാവമാറ്റവുമില്ലാതെ അവിടെ തന്നെ നിൽക്കുന്നത് കണ്ടിട്ട് മേരിയമ്മ വീണ്ടും പറയുകയാണ്, ഞാൻ പിടിച്ചാൽ നിൽക്കുമോ ദൈവമേ? ആരോഗ്യത്തിന് വല്ല കുറവുമുണ്ടോ? തലയ്ക്കകത്തല്ലേ ഉള്ളൂ ഒന്നുമില്ലാത്തത്. വാ രാധാമണി, ഒന്ന് വന്നേ രാധാമണി എന്ന് പറഞ്ഞു വീണ്ടും മേരിയമ്മ രാധാമണിയുടെ കയ്യിൽ കയറി പിടിക്കുമ്പോഴേക്കും ആ കയ്യിൽ നിന്നും കുതറി മാറി മേരിയമ്മയെ പിടിച്ച് രാധാമണി ഒറ്റ തള്ളു തള്ളുകയാണ്. പെട്ടെന്നുള്ള ആഘാതത്തിൽ മേരിയമ്മ മറിഞ്ഞ് താഴേക്ക് വീഴുകയാണ്. തുടർന്ന് വീണിടത്ത് കിടന്നുകൊണ്ട് മേരിയമ്മ നിലവിളിക്കുന്നുണ്ട്. പിന്നീട് മെല്ലെ അവിടുന്ന് എഴുന്നേറ്റ് വന്നിട്ട് രാധാമണിയുടെ മുഖത്ത് നോക്കി മേരിയമ്മ പറയുകയാണ്, മതിയായി, എനിക്ക് തൃപ്തിയായി. 4 നേരം വെച്ചു വിളമ്പി തരുന്നതിൻ്റെ ശിക്ഷയാണ് എനിക്കിപ്പോൾ കിട്ടിയത്. എൻ്റെ നടു ഒടിഞ്ഞെന്നാണ് തോന്നുന്നത്. നിനക്ക് മനുഷ്യത്വം എന്ന് പറയുന്നത് ഒന്നുണ്ടോ രാധാമണി? സ്വന്തം മകളോട് പോലും ഒരക്ഷരം മിണ്ടാത്തവളല്ലേ നീ? ആ ഓമനത്തമുള്ളൊരു കൊച്ചു പിറകിന് നടന്ന് അമ്മാമ്മേ അമ്മാമ്മ എന്ന് വിളിച്ചിട്ട് ഏതു മനുഷ്യനായാലും മോളെ നിന്നൊന്ന് പ്രതികരിച്ചു പോവില്ലേ? നിനക്ക് പറഞ്ഞിട്ടുള്ളതേ ആ അനാഥാലയം തന്നെയാണ്. ഇത്രയും കേൾക്കുമ്പോഴേക്കും രാധാമണി ഒന്ന് ഞെട്ടുന്നതായി കാണുന്നുണ്ട്. രാധാമണി, ആ അനാഥാലയത്തിൽ കിടന്ന നിന്നെ ഇവിടേക്ക് കെട്ടി എഴുന്നള്ളിച്ച് കൊണ്ടുവന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. നീ എങ്ങനെയാണ് അമ്മയാവുന്നത്? അമ്മയാകണമെങ്കിലേ വയറ്റിൽ ഒരു കുഞ്ഞുള്ള കാര്യത്തെക്കുറിച്ച് ബോധമുണ്ടാകണം. 10 മാസം ചുമന്നുകൊണ്ട് നടന്ന് പ്രസവിക്കണം. ആ പേറ്റുനോവ് വല്ലതും നീ അറിഞ്ഞിട്ടുണ്ടോ രാധാമണി? എന്തിനേറെ പറയുന്നു, പെറ്റിട്ട കുഞ്ഞിൻ്റെ മുഖം നീ ഒന്ന് കണ്ടിട്ടുണ്ടോ? അതിനൊരു ഇച്ചിരി മുലപ്പാൽ കൊടുക്കാനുള്ള ഭാഗ്യം നിനക്കുണ്ടായിട്ടുണ്ടോ? പിന്നെ നീ എങ്ങനെയാണ് ഒരമ്മയാവുന്നത്? വാ തുറന്ന് നീ ഒരു വാക്കുരിയാടിയിരുന്നുവെങ്കിൽ നിന്നെ മാനം കെടുത്തിയവൻ ഇന്ന് ജയിലിൽ പോയി കിടക്കുമായിരുന്നില്ലേ? അതും ജാനകി ചെയ്തു തരണം. എന്നിട്ട് രാധാമണിയെ പിടിച്ചൊന്ന് തെള്ളിയിട്ട് മേരിയമ്മ പറയുകയാണ്, ഒരു രാധാമണി വാരസ്യാര് വന്നിരിക്കുന്നു. തുടർന്ന് ഭിത്തിയിലേക്ക് തലചായ്ച്ച് എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ് മേരിയമ്മ പെതിയെ വിതുമ്പുകയാണ്. ഈ സമയത്ത് രാധാമണി വാരസ്യരുടെ കണ്ണുകളൊക്കെ നിറഞ്ഞു കവിയുകയും അവർ ഏങ്ങലടിച്ച് കരയുകയും ചെയ്യുന്നുണ്ട്. ഈ കരച്ചിലിൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് മേരിയമ്മയൊന്ന് സൂക്ഷിച്ചു നോക്കുകയാണ് രാധാമണിയുടെ മുഖത്തേക്ക്. അതെ, അവർ വിങ്ങിപ്പൊട്ടി കരയാൻ തുടങ്ങിയിരിക്കുന്നു. ഉടനെ തന്നെ രാധാമണിയുടെ കവിളിലേക്ക് വന്ന് മെല്ലെ കൈ ഓടിച്ചുകൊണ്ട് മേരിയമ്മ ചോദിക്കുകയാണ്, രാധാമണി, നിനക്കെല്ലാം മനസ്സിലായോ രാധാമണി? എൻ്റെ സങ്കടം കൊണ്ട് പറഞ്ഞു പോയതല്ലേ ഞാൻ? എന്നോട് ക്ഷമിക്കണേ രാധാമണി. കർത്താവേ, പറഞ്ഞത് കൂടിപ്പോയല്ലോ ഈശോയെ. അപ്പോൾ എല്ലാം രാധാമണിക്ക് അറിയാം അല്ലേ? അറിഞ്ഞു വെച്ചിട്ട് എന്തിനാ രാധാമണി ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നത്? രാധാമണി, നീ ആരോടും മിണ്ടിയില്ലെങ്കിലും ജാനകിയെ മോളെ എന്നൊന്ന് വിളിക്ക്. അതുമാത്രം മതി അവൾക്ക് ജീവിതത്തിൽ. ഇത് കേട്ടുകൊണ്ട് തിരികെ ഒന്നും പ്രതികരിക്കാതെ വിങ്ങിപ്പൊട്ടി കരഞ്ഞുകൊണ്ട് തന്നെ രാധാമണി അവിടെ നിന്ന് നടന്നു നീങ്ങുകയാണ്. അപ്പോൾ മേരിയമ്മ പറയുന്നുണ്ട്, അറിഞ്ഞുകൊണ്ടാണോ അറിയാതെയാണോ, കർത്താവിന് മാത്രമേ അറിയൂ. തുടർന്ന് കാണുന്നത് അളകാപുരിയിൽ അപർണയുടെ അരികിലേക്ക് വിശ്വനാഥൻ തമ്പി വന്നിട്ട് പറയുകയാണ്, എന്നാലും എൻ്റെ മോളെ, നിന്റെ അമ്മയിൽ നിന്നും ഞാനിത് പ്രതീക്ഷിച്ചില്ല. വസുന്ധരയ്ക്ക് ഇത് പറയാമോ? കുറഞ്ഞത് 10-25 വർഷമായിട്ട് ഞാൻ അവളോട് കൂടെ താമസിക്കുകയല്ലേ. വേറെ ആര് പറഞ്ഞാലും അച്ഛൻ ഇതൊന്നും കാര്യമാക്കില്ലായിരുന്നു. പക്ഷേ നീയോ വസുന്ധരയോ അച്ഛനെ സംശയിച്ചു പോയാൽ പിന്നെ അച്ഛൻ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോടി മോളെ? അപ്പോൾ അപർണ പറയുകയാണ്, അച്ഛാ, അമ്മയുടെ ഇപ്പോഴത്തെ അവസ്ഥ അച്ഛന് നന്നായിട്ട് അറിയാമല്ലോ. ഡയാലിസിസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പേഷ്യൻ്റാണ് അമ്മ. അച്ഛനെക്കുറിച്ച് ഓർത്തിട്ടുള്ള ആധിയാണ് അമ്മയുടെ ഉള്ളിൽ. ഡൽഹിയിലേക്ക് അമ്മയെ കൊണ്ടുപോയി ചികിത്സിക്കാൻ ഡോക്ടർ പറഞ്ഞിട്ടും അമ്മ അതിന് വഴങ്ങാത്തത് ഈ കേസിൻ്റെ കാര്യം ഓർത്തിട്ട് മാത്രമാണ്. എടി മോളെ, ജാനകിയെ വസുന്ധരയ്ക്ക് വിശ്വാസമാണ്. ജാനകി എൻ്റെ പേരിൽ വെറുതെ ഒരു കേസുമായിട്ട് വരില്ല എന്നൊക്കെ അവൾ പറഞ്ഞാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും?
നിന്നേക്കാൾ അവൾക്ക് പ്രിയപ്പെട്ടത് ജാനകിയായി പോയില്ലേ? അപ്പോൾ അപർണ, അച്ഛാ, അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞാലും അമ്മയോട് നമുക്ക് ശത്രുത കാണിക്കാൻ പറ്റുമോ? അച്ഛൻ അതങ്ങ് വിട്ടുകള. ആ മോളെ, ഇവിടുത്തെ അന്തരീക്ഷം എങ്ങനെയുണ്ടീ? അജയ്യെ വിശ്വസിച്ച് നമുക്ക് കേസ് ഏൽപ്പിക്കാൻ പറ്റുമോ? നീ അത് പറഞ്ഞപ്പോൾ എനിക്ക് തീരെ വിശ്വാസം പോരാ. മോളെ, ഒരിക്കൽ അവൻ നമ്മളെ ചതിച്ചതാണ്. ജീവിതത്തിൽ ആദ്യമായിട്ട് എൻ്റെ മോള് കരഞ്ഞു കണ്ടതും മുഹൂർത്തത്തിന് മുൻപ് അവൻ കടന്നു കളഞ്ഞപ്പോഴാണ്. അവൻ ഒന്നാം തരം ചതിയനാണ്. അത് നിനക്കറിയാലോ. കെട്ടിയ പെണ്ണിനെ ഇപ്പോഴും ചതിച്ചുകൊണ്ടിരിക്കുക. ആ ബാംഗ്ലൂരുകാരിയാണ് അവൻ്റെ അടുത്ത ലക്ഷ്യം. അങ്ങനെ ഒരുത്തൻ്റെ കയ്യിൽ നമ്മുടെ കേസ് നമ്മളെ എങ്ങനെ വിശ്വസിച്ചേൽപ്പിക്കും മോളെ? അത് പാമ്പിൻ്റെ മാളത്തിൽ കൊണ്ടുവന്ന് കൈവച്ച് കൊടുക്കുന്നത് പോലെയല്ലേ? മോളെ, നമുക്ക് കുറച്ചുകൂടി പ്രാപ്തിയും കഴിവുമുള്ള മറ്റൊരു വക്കീലിനെ ഏൽപ്പിച്ചാലോ കേസ്? ഈ കാര്യം മോളോടൊന്ന് സംസാരിക്കാൻ വേണ്ടിയാണ് അച്ഛൻ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അപർണ, അച്ഛാ, ഈ കേസിൽ നമുക്കെല്ലാം കൊണ്ടും വിശ്വസിക്കുവാനും ആശ്രയിക്കുവാനും കഴിയുന്നത് അജയ്യെ തന്നെയാണ്. ഇപ്പോൾ തന്നെ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അത് എൻ്റെ ജീവിതത്തെയല്ലേ ബാധിക്കുന്നത്? ഈ കേസിൽ പ്രതിയായി ഞാൻ കാണുന്നത് അച്ഛനെ അല്ല, എന്നെയാണ്. ജാനകി ലക്ഷ്യം വെക്കുന്നത് അച്ഛനെ അല്ല, അവൾക്ക് വേണ്ടത് എൻ്റെ ചോരയാണ്. അജയ് നമ്മുടെ ഭാഗത്തായാൽ അത് ജാനകിക്കും അഭിക്കും കിട്ടുന്ന ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കും. നിരഞ്ജനയ്ക്കും എനിക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ അടി ഇതല്ലാതെ മറ്റെന്താണ്? ഓ, നമ്മുടെ വക്കീൽ അജയ് ആണെന്ന് നീ പുറത്തു വിട്ടായിരുന്നുടി മോളെ? ഇല്ല, ഇതുവരെ ഞാൻ ആരോടും ഇത് പറഞ്ഞിട്ടില്ല. അച്ഛനെ ഒന്ന് നേരിൽ കണ്ടിട്ട് മതിയെന്ന് കരുതി ഞാനതൊക്കെ അടക്കി വെച്ചിരുന്നതാണ്. ഇന്ന് ഞാനത് പറയും. അത് കേട്ട് കഴിയുമ്പോൾ അളകാപുരി ഒന്ന് കൊലുങ്ങും. അച്ഛാ, അച്ഛൻ അജയിൽ ഒരു വിശ്വാസക്കുറവും വേണ്ട. അജയ് മിടുക്കനായ ഒരു അഡ്വക്കറ്റാണെന്ന് ചുരുങ്ങിയ കാലം കൊണ്ട് തെളിയിച്ചു കഴിഞ്ഞതാണ്. അജയുമായുള്ള വിവാഹത്തിന് നമ്മൾ തയ്യാറായതും അതുകൊണ്ടല്ലേ? അളകാപുരിയിലേക്ക് കടക്കുവാനുള്ള എൻ്റെ തുടക്കവും അജയ് തന്നെയാ. അളകാപുരിയുടെ അന്ത്യക്രിയയും അജയ്യെ കൊണ്ട് തന്നെ ചെയ്യിക്കണം. ഏട്ടാനുജന്മാർ തമ്മിലടിച്ചു വേണം അളകാപുരിയെ അങ്ങ് കടലെടുക്കാൻ. അതുകൊണ്ട് അച്ഛൻ ഒരു ടെൻഷനും വേണ്ട. വാലും തലയുമില്ലാത്ത ഈ കേസ് അവരുടെ നാശത്തിന് വേണ്ടി തന്നെയാണ്. ഇത്രയും കേട്ടുകൊണ്ട് വിശ്വനാഥൻ തമ്പി ചോദിക്കുകയാണ്, അപ്പോൾ അജയ്യെ തന്നെ ഉറപ്പിക്കാം അല്ലേ? ഉറപ്പിക്കാമെന്നല്ല, നമ്മളത് ഉറപ്പിച്ച് കഴിഞ്ഞു. അളകാപുരിക്ക് വേണ്ടി മാത്രമല്ല അജയ് എന്ന ആയുധം അച്ഛൻ്റെ കൂടെ നിന്ന് കാലുവാരിയ ഉണ്ണിത്താന് കൂടിയുള്ളതാ. ഇത് കേൾക്കുമ്പോഴേക്കും വിശ്വനാഥൻ തമ്പിക്ക് വലിയ സന്തോഷമാവുകയാണ്. അപ്പോൾ അപർണ പറയുന്നുണ്ട്, എന്നാൽ അച്ഛൻ ചെല്ല്, നമ്മളും അവസാന ഗെയിമിനിറങ്ങുക. ആ ശരിയടി മോളെ. ഇത് പറഞ്ഞിട്ട് തമ്പി തിരികെ പോകുന്നു. തുടർന്ന് വീണ്ടും കാണുന്നത് മേരിയമ്മയും രാധാമണിയും ആ വീടിൻ്റെ സിറ്റൗട്ടിൽ തന്നെ ഇരിക്കുന്നതാണ്. മേരിയമ്മ ചോദിക്കുന്നുണ്ട്, എൻ്റെ ദൈവമേ, എങ്ങനെ ഞാൻ ഈ രാധാമണിയെ അകത്തോട്ടൊന്ന് കയറ്റും? രാധാമണി, വാ, നമുക്ക് അകത്തേക്ക് കയറിപ്പോവാം. ഇത് പറഞ്ഞുകൊണ്ട് രാധാമണിയുടെ കയ്യിലേക്ക് മെല്ലെ മേരിയമ്മ പിടിക്കുമ്പോൾ ആ കൈ തട്ടിക്കളഞ്ഞിട്ട് വീണ്ടും അവർ റോഡിലേക്ക് നോക്കിയിരിക്കുകയാണ്. അപ്പോൾ മേരിയമ്മ ചോദിക്കുന്നുണ്ട്, എൻ്റെ കർത്താവേ, എന്തൊരു ശിക്ഷയാണിത്! ഇങ്ങനെയുണ്ടോ മനുഷ്യർക്കൊരു വാശി? ദേ രാധാമണി, അവരിവിടെ അടുത്തൊരു സ്ഥലം വരെ പോയിരിക്കുകയാണ്. ഉടനെ ഇങ്ങി എത്തും. എൻ്റെ ദൈവമേ, ജാനകി പെട്ടെന്നൊന്നിങ്ങി വന്നാൽ മതിയായിരുന്നു. ഇത് മേരിയമ്മ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ജാനകിയും അബിയും പൊന്നും കൂടി അവിടേക്ക് മടങ്ങിയെത്തുകയാണ്. ഇത് കണ്ടുകൊണ്ട് മേരിയമ്മ പറയുകയാണ്, ആഹാ, രാധാമണിക്ക് ശ്വാസം നേരെ വീണല്ലോ. ദാ അങ്ങോട്ട് നോക്ക്, മോളും കൊച്ചുമോളും ഒക്കെ വന്നു. അവരെ കണ്ട മാത്രയിൽ വലിയൊരു ചിരിയോടുകൂടി രാധാമണി ചാടി അങ്ങ് എഴുന്നേൽക്കുകയാണ്. അപ്പോൾ പൊന്നു കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് അമ്മമ്മേന്ന് പറഞ്ഞുകൊണ്ട് ഓടി വന്ന് രാധാമണിയെ കെട്ടിപ്പിടിക്കുന്നു. ഉടനെ ജാനകി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അമ്മ എന്തിനാണ് ഇവിടെ വന്നിരുന്നത്? പുറത്തേക്ക് ഇറക്കരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ മേരിയമ്മേ? എൻ്റെ പൊന്നുമോളെ, രാധാമണിക്ക് ഒന്നും അറിയില്ല എന്ന് പറയുന്നത് വെറുതെയാ. വാതിലിൻ്റെ കുറ്റി മാറ്റി ഒറ്റ പോക്കായിരുന്നു. പിറകിന് വന്ന് ഞാൻ തടഞ്ഞു. അപ്പോൾ എന്നെ എടുത്ത് ഒരൊറ്റ ഏറായിരുന്നു. ഞാൻ പിടിച്ചാൽ നിൽക്കുമോ? എനിക്ക് ശരീരം അനക്കാൻ പറ്റാതെയായി. അപ്പോൾ ജാനകി ചോദിക്കുകയാണ്, അമ്മയോട് ഞാൻ പറഞ്ഞിട്ടല്ലേ പോയത്? പിന്നെന്തിനാണ് അമ്മ ഈ പരിഭ്രമം കാണിച്ചത്? പാവം മേരിയമ്മയെ ഇങ്ങനെ വിഷമിപ്പിക്കരുത്. ജാനകിയുടെ ഈ സംസാരം കേട്ടുകൊണ്ട് രാധാമണി തല ഉയർത്തി ജാനകിയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി നിൽക്കുകയാണ്. തുടർന്ന് കാണുന്നത് നാളത്തെ എപ്പിസോഡിന്റെ പ്രൊമോയാണ്. ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി അപർണയും നിരഞ്ജനയും അജയും അമലും കൂടി ഒരുമിച്ച് ഡൈനിങ് ടേബിളിൽ ഇരിക്കുമ്പോൾ അമല് ചോദിക്കുന്നുണ്ട്, നിന്റെ വക്കീലാരാണ് അപർണേ? എന്തെങ്കിലും തീരുമാനമായോ? അപ്പോൾ അപർണ, അതെ, അജയ് സൂര്യനാരായണൻ. ഇത് കേൾക്കുമ്പോഴേക്കും അമലൊന്ന് ഞെട്ടുകയാണ്. തുടർന്ന് കാണുന്നത് അജയും നിരഞ്ജനയും തമ്മിലുള്ള ഒരു സംസാരമാണ്. നിരഞ്ജന പറയുകയാണ്, അജയുടെ രണ്ടാം ഭാഗത്തിന്റെ എതിർവശത്ത് നിൽക്കുവാൻ കഴിയുന്നത് എൻ്റെ ഒരു നിയോഗമാണ്. ഇത് പറഞ്ഞിട്ട് നിരഞ്ജന അജയ്ക്ക് കൈ കൊടുക്കുകയാണ്. അത് കണ്ടുകൊണ്ട് അമൽ അതിൻ്റെ ഇടയിലേക്ക് കയറി വരുന്നു. തുടർന്ന് അബി ജാനകിയോട് പറയുന്നതാണ് കാണുന്നത്, ഈ കേസ് ഇനി ഏതെല്ലാം വഴികളിലൂടെയാണ് പോകാൻ പോകുന്നതെന്ന് ഒരു നിശ്ചയവുമില്ല. അമലിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അളകാപുരിയിൽ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു. ഇത് കേട്ട് ജാനകിയും അങ്ങനെ ഷോക്കടിച്ചതുപോലെ നിൽക്കുകയാണ്.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുവാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.